ഹായ്, ഞാൻ ഡോക്ടർ അനീഷ സ്മൈൽ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇന്നപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്ന ഒരു പേഷ്യൻ്റെ കാര്യമാണ്, പേഷ്യൻ്റെ കഥയാണ്. ശരിക്കും ആൾ വന്നത് ഇവിടെ ഫാമിലി ആയിട്ടാണ് ഞങ്ങളുടെ അടുത്ത് വന്നത്. ഹസ്ബൻഡും വൈഫും കുറച്ചധികം ദൂരത്തു നിന്നാണ് വന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആളുടെ പല്ലുകൾ നോക്കിയപ്പോൾ എല്ലാ പല്ലിൻ്റെ ഇടയ്ക്ക് ഫുൾ പല്ലുകളും ഇടയ്ക്ക് ഗ്യാപ്പായിരുന്നു. അതായത് ഒരു പല്ലിൻ്റെ പോലും നമുക്ക് ഗ്യാപ്പില്ലാത്തൊരു പല്ല് എന്ന് പറയാൻ നമുക്കില്ല. എങ്ങനെയൊക്കെ നമ്മൾ ചെയ്താലും പല്ലിന് വീതി കൂടുതലോ അല്ലെങ്കിൽ ഭയങ്കര വൃത്തികേടൊക്കെ ആവാനുള്ളൊരു സാധ്യത ഭയങ്കര കൂടുതലായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ചലഞ്ചാണ് ഞങ്ങൾ ഈ പേഷ്യൻറ്റിനെ ഏറ്റെടുത്തത്. കാരണം അത്രയും ഗ്യാപ്പുള്ള കേസുകളിൽ നമുക്കൊരു സ്മൈൽ കറക്ഷൻ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അങ്ങനെ ആളുടെ ഫേസിനനുസരിച്ച് ആളുടെ കണ്ണുകൾ, കൃഷ്ണമണി, ലിപ്പിൻ്റെ കോർണേഴ്സ്, ചിരിക്കുമ്പോൾ എങ്ങനെയാണ് അപ്പർ ലിപ്പ് പോകുന്നത് എന്നൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ പല്ലുകളുടെ സൈസ് വെച്ച് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള പല്ലുകളാണ്, പുതിയ പല്ലുകളാണ് ഞങ്ങൾ ആൾക്ക് സ്മൈൽ കറക്ഷനിലൂടെ വെച്ച് കൊടുത്തത്. അങ്ങനെ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആളും ആളുടെ ഹസ്ബൻഡിന് ആദ്യം ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അവസാനമായി കഴിഞ്ഞപ്പോൾ പല്ലുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവർ ഫാമിലി ആയിട്ട് ഇവിടുന്ന് പോയത്. ഇപ്പോഴും പേഷ്യൻ്റ് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. എല്ലാ രീതിയിലും അവർ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. സോ ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവർ ആണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക. കീപ് സ്മൈലിംഗ് വിത്ത് സ്മൈൽ കൊച്ചി ഡെന്റൽ. ഹായ്, ഞാൻ ഡോക്ടർ അനീഷ സ്മൈൽ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇന്ന് ഞാൻ ഒരു പേഷ്യൻ്റെ കാര്യം സംസാരിക്കാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ആ പേഷ്യൻ്റ് അത്യാവശ്യം പ്രായമുണ്ട്, 30s ആളുടെ പ്രായം. അങ്ങനെ അനേകം പ്രശ്നങ്ങൾ പുള്ളി ഇതുവരെയും അനുഭവിച്ചു. അങ്ങനെയാണ് ആൾ ഞങ്ങളുടെ വീഡിയോ കാണാൻ ഇടയാകുകയും പുള്ളി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്തു. പുള്ളി വന്നത് ഒരാഴ്ചത്തെ ഗ്യാപ്പിലാണ് വന്നത്. പുറത്തായിരുന്നു വർക്ക് ചെയ്യുന്നത്. ഒറ്റ ആഴ്ച ലീവ് എടുത്തിട്ടാണ് ഞങ്ങളുടെ അടുത്ത് വന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായത്. കാരണം പല്ലുകൾ കുറേ അധികം മിസ്സിങ് ആയിരുന്നു. പുള്ളിയുടെ കെയർലെസ്നെസ് കാരണം കൊണ്ടിട്ട് കേടുവന്ന് എടുത്തു കളഞ്ഞ 4 പല്ലുകൾ ഉണ്ടായിരുന്നു. അതല്ലാതെ വരാതെ പോയ മിസ്സിങ് ആയിട്ടുള്ള പല്ലുകളും ഉണ്ടായിരുന്നു. ഒപ്പം വന്ന പല്ലുകൾ ഷേപ്പ്ലെസ്സുമായിട്ടാണ് വന്നത്. അല്ലെങ്കിൽ സാധാരണ ഒരു ഷേപ്പിലല്ലായിരുന്നു വന്ന പല്ലുകൾ പോലും വന്നിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റ് ഏറ്റെടുത്തു. ആ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്തത് പല്ലുകൾ വെച്ച് കൊടുക്കുക എന്നാണ് ചെയ്തത്. അങ്ങനെ പേഷ്യൻ്റ് ഹാപ്പിയായി, പേഷ്യൻ്റെ ഫാമിലി ഹാപ്പിയായി, ജോബിലും കയറി. അവിടുന്ന് ഞങ്ങളെ ആൾ വിളിച്ചു. വളരെ ഹാപ്പി ആയിട്ടാണ് ആൾ ഇവിടുന്ന് പോയത്. ഇങ്ങനത്തെ സ്മൈലിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. കീപ് സ്മൈലിംഗ് വിത്ത് സ്മൈൽ കൊച്ചി ഡെന്റൽ ക്ലിനിക്. ഹായ്, ഞാൻ ഡോക്ടർ അനീഷ സ്മൈൽ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ഥിരം എല്ലാവരുടെ വായിലും വരുന്നൊരു സംഭവമാണ് വായ്പുണ്ണ് അല്ലെങ്കിൽ അൾസേഴ്സ് എന്ന് പറയുന്നൊരു സംഭവം. ഈ അൾസേഴ്സിൻ്റെ തന്നെ പല വിഭാഗങ്ങളുണ്ട്. ആക്ച്വലി അൾസേഴ്സ് കോമൺലി ഒരു മനുഷ്യൻ്റെ വായിൽ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ എന്തെങ്കിലും ഒരു സ്ട്രെസ് ഭയങ്കരമായിട്ട് വരുമ്പം, ഇല്ലെങ്കിൽ ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസി വരുമ്പം, ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ചൂടുള്ള, ഉദാഹരണം പറയുകയാണെങ്കിൽ ആൻറ്റിബയോട്ടിക് ഒക്കെ എടുക്കുമ്പം, അല്ലെങ്കിൽ നമുക്ക് പൊതുവേ ഒരു ഓൾ ഓവർ ദ ബോഡി നമുക്കൊരു ഇമ്മ്യൂണിറ്റി കുറവുണ്ട് എന്നുണ്ടെങ്കിലൊക്കെയാണ് നമുക്ക് യൂഷ്വലി നമുക്ക് അൾസേഴ്സ് വരുന്നത്. ചില ആൾക്കാരിൽ റിപ്പീറ്റഡ് ആയിട്ട് അൾസേഴ്സ് വരുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് യൂഷ്വലി നമ്മൾ പറയുന്നത് വൈറ്റമിൻ ടാബ്ലറ്റ്സ് റെഗുലർലി കഴിക്കാനാണ് നമ്മൾ പറയാറുള്ളത്. പിന്നെ സ്ട്രെസ് ഉള്ളവർ സ്ട്രെസ് കുറയ്ക്കാനേ മാർഗമുള്ളൂ, അത് വേറെ കാര്യം. അതേപോലെ തന്നെ അൾസേഴ്സ് നമുക്ക് ഇപ്പം മെഡിസിൻ റിലേറ്റഡ് അല്ലെങ്കിൽ മെഡിസിൻ ജനറേറ്റഡ് ആയിട്ട് വരാറുണ്ട്. ഇപ്പം ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ ഒക്കെ വരാറുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ നമുക്ക് കുറച്ച് ഫുഡിലൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെ മാറ്റിയെടുക്കാൻ പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ തൈര് പോലത്തെ നന്നായി തണുത്ത ഭക്ഷണങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ അത്യാവശ്യം, കാരണം തൈര് എന്ന് പറയുന്നത് ആസിഡിക് ആയതുകൊണ്ട് തന്നെ കുറച്ച് നമുക്ക് ബെറ്റർ ആയിട്ട് നമുക്ക് ഈ വായ്പുണ്ണിനെ നമുക്ക് കുറച്ച് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. അതേപോലെ തന്നെ മരുന്നുകൾ നമുക്ക് അവൈലബിൾ ആണ്. കാരണം ഈ അൾസറിൻ്റെയൊക്കെ പെയിൻ എന്ന് പറയുന്നത് നല്ല പെയിനാണ്. അതിന് മരുന്ന് അവൈലബിൾ ആണ്, പെയിൻ കുറയ്ക്കാനും അതേപോലെ തന്നെ അൾസറിനെ പെട്ടെന്ന് ഹീലാക്കാനുമുള്ള മരുന്നുകൾ ഓയിൻമെൻ്റ് ആയിട്ട് തന്നെ അവൈലബിൾ ആണ്. അതും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഹായ്, ഞാൻ ഡോക്ടർ അനീഷ സ്മൈൽ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. മൗത്ത് വാഷ് യൂസ് ചെയ്യണോ ഡോക്ടറെ? ഇല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാൻ മൗത്ത് വാഷ് ഉപയോഗിക്കുന്ന ഒരാളാണ്, എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പേഴ്സണലി മൗത്ത് വാഷിനൊരു പേഴ്സണൽ ഫാൻ അല്ല.
എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മൗത്ത് വാഷിൽ പലതരം കെമിക്കൽസ് ആണ് പല കമ്പനികളും യൂസ് ചെയ്യുന്നത്. പലതരം കമ്പനീസിനും പല ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലർ ബാക്ടീരിയ കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നു, ചിലർ ഗം ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നു, ചിലർ മൗത്ത് ഫ്രഷ് ആവാൻ വേണ്ടി ചെയ്യുന്നു. അങ്ങനെ പല പല കെമിക്കൽസ് യൂസ് ചെയ്തിട്ടാണ് മിക്ക മൗത്ത് വാഷുകളും ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ എതിർത്താണ് ഞാൻ യൂഷ്വലി മൗത്ത് വാഷിനെ കുറിച്ച് പറയാറുള്ളത്. മൗത്ത് വാഷ് കാരണം കൊണ്ടിട്ട് നമുക്ക് ആൽക്കഹോൾ കണ്ടന്റ് അതിനകത്ത് കൂടുതലുണ്ടാവും. അതുകൊണ്ടിട്ട് നമ്മുടെ പല്ലുകൾ നശിക്കാറുണ്ട്. അതേപോലെ തന്നെ റെഗുലർ മൗത്ത് വാഷ് യൂസ് ചെയ്യുന്നവർക്ക് സ്റ്റെയിൻസ് പോലുള്ള പ്രശ്നങ്ങളും കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂഷ്വലി മൗത്ത് വാഷ് അങ്ങനെ റെഗുലർ ആയിട്ട് പറയാറില്ല. അതേസമയം സർജറി ചെയ്യുന്ന സമയത്തോ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള മൗത്ത് വാഷസ് നമ്മൾ പ്രിഫർ ചെയ്യാറുണ്ട്. അല്ലാതെ ജനറലി നമ്മൾ മൗത്ത് വാഷ് ഉപയോഗിക്കുന്നതിനോട് വലിയ താല്പര്യം പ്രകടിപ്പിക്കാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ 2 നേരം ബ്രഷ് ചെയ്യുക, ഫ്ലോസ് ചെയ്യുക, കറക്റ്റായിട്ട് ഫ്ലോസ് ചെയ്യുക. വാട്ടർ ഫ്ലോസ് ആണ് ഏറ്റവും ബെസ്റ്റ്. ഇത് തന്നെയാണ് നിങ്ങളുടെ പല്ലുകൾ ഹൈജീനിക് ആയിട്ട് വെക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ്. ഡോക്ടർ അനീഷ സ്മൈൽ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ വാ തുറക്കുമ്പോൾ വായിക്കകത്തുനിന്ന് സൗണ്ട് കേൾക്കുക, ക്ലിക്കിംഗ് സൗണ്ട് എന്ന് ഞങ്ങൾ പറയും. ടക്ക് ടക്ക് എന്നുള്ളൊരു സൗണ്ട് ആയിരിക്കും കേൾക്കുക. വാ നന്നായിട്ട് തുറക്കുമ്പോൾ എന്തോ ഒന്ന് തെന്നി മാറുന്ന ഒരു ഫീൽ ഉണ്ടാവുന്നതിനെയാണ് ക്ലിക്കിംഗ് ഓഫ് ജോ എന്ന് പറയുന്നത്. അത് നമ്മുടെ TM ജോയിന്റ്, അതായത് ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ്, നമ്മുടെ മേൽത്താടിയും കീഴ്ത്താടിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജോയിന്റിന് ഒരു പ്രശ്നം വരുമ്പോഴാണ് നമുക്ക് ആ ക്ലിക്കിംഗ് സൗണ്ട് വരുന്നത്. ഇതിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബൈറ്റ് കറക്റ്റ് ആവാതിരിക്കുക, അല്ലെങ്കിൽ ബൈറ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക, പല്ലുകൾ മിസ്സിംഗ് ആയിട്ടിരിക്കുക, അങ്ങനെയുള്ള കേസുകൾ വരുമ്പോഴാണ് നമുക്ക് ടെമ്പറോ മാൻഡിബുലർ ജോയിന്റിന് ഒരു പ്രശ്നം വരുന്നത്. ഇനി ഇതിലും കുറച്ചുകൂടെ സിവിയർ ആയിട്ടുള്ള പ്രശ്നമാണ് വാ വലിച്ച് തുറക്കുമ്പോഴത്തേനും വാ തുറന്നങ്ങിരിക്കും, പിന്നെ അടയത്തില്ല. അതിൻ്റെ പേരാണ് ഡിസ്ലൊക്കേഷൻ ഓഫ് ജോ എന്ന് പറയുന്നത്. ഡിസ്ലൊക്കേഷൻ ഓഫ് ജോയും ആക്ച്വലി സ്പീക്കിംഗ് നമ്മളുടെ ബൈറ്റ് ശരിയാവാത്തത് കൊണ്ടും പല്ലുകൾ മിസ്സിങ് ആവുന്നത് കൊണ്ടും ഒരു സൈഡിന് കൂടുതൽ യൂസേജ് വരുന്നു, ഒരു സൈഡ് കുറച്ച് യൂസേജ് വരുന്നു എന്നുള്ളത് കൊണ്ടാണ് ആക്ച്വലി ഡിസ്ലൊക്കേഷൻ വരുന്നത്. കാലക്രമേണ ആ ജോയിൻറ്റിൻ്റെ ആ ഭാഗം തേയ്മാനം വരും. തേയ്മാനം വരുമ്പോൾ ഈസിലി ഈ ജോ തെന്നി ആ സോക്കറ്റിനകത്തുനിന്ന് തെന്നി പുറത്തേക്ക് വരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഡിസ്ലൊക്കേഷൻ ഓഫ് ജോ സംഭവിക്കുന്നത്. ഡിസ്ലൊക്കേഷൻ ഓഫ് ജോയ്ക്കും ടെമ്പറോ മാൻഡിബുലർ ജോയിൻറ്റിൻ്റെ പെയിനിനും ക്ലിക്കിംഗ് ഓഫ് സൗണ്ടിനും ഒട്ടനവധി ട്രീറ്റ്മെൻറ്റ് ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. അതിനെ അങ്ങനെ അനുഭവിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നിസ്സാരമായി കാണരുത്. തീർച്ചയായിട്ടും അതിനെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക.